പിന്നെ അതിന് മുമ്പ് കുറെ ആൽബം ഒക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ചേച്ചിയായിട്ട് ചെയ്തപ്പോഴാണ് കുറച്ച് ജനങ്ങൾ അറിയാൻ. ഇങ്ങോട്ട് വരിക. എന്താ തിരുമേനി, എങ്ങനെ സഹിക്കണു ഈ മുതലിനെ? ഞാൻ ചോദിക്കുന്നത്, ചേച്ചി പ്രശസ്തിയാകാൻ വേണ്ടിയാണോ എക്സ്പോസ് ആണ്? അല്ല, ചേച്ചിയുടെ കഴിവിൽ ചേച്ചിക്ക് വിശ്വാസമില്ലേ? പിന്നെ കഴിവില്, എന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമാണ്. ഞാനൊരു മോഡലും കൂടെ ആണ് ഇപ്പം. വെറുതെ ചിരിപ്പിക്കരുത്. നിന്നെ കൊച്ചാക്കല്ലേ, കൊച്ചാക്കിതേ ഇവിടെ നിൽക്കണേ. ഞാനൊരു മോഡലും കൂടെ ആണ് ഇപ്പം. ഏത് രാജ്യത്തെ? കൊച്ചി രാജ്യത്തെ. എനിക്ക് നെഗറ്റീവ് കിട്ടിയാലും സന്തോഷമാണ്, പോസിറ്റീവ് കിട്ടിയാലും ഹാപ്പിയാണ്. ഓ എന്നാ പിന്നെ പേടിക്കണ്ട. നെഗറ്റീവ് കിട്ടിയാൽ കൂടുതൽ എനിക്ക് ഊർജ്ജമാണ് തരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആത്മവിശ്വാസം നശിക്കില്ല. ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഏറ്റവും സുധിച്ചേട്ടന്റെ 2ാം ചരമവാർഷികം ആ ദിവസം തന്നെ നിങ്ങളുടെ 2ാമത്തെ ആൽബത്തിന്റെ അനൗൺസ്മെന്റ് നിങ്ങൾ നടത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അവിടെ ആ സുധിച്ചേട്ടന്റെ ഫംഗ്ഷനേക്കാൾ പ്രാധാന്യം നൽകിയിരിക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ആൽബത്തിന്റെ അനൗൺസ്മെന്റിനാണെന്ന് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്താ ചെയ്യുമല്ലേ? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇന്ന് ചെയ്താൽ പോലും പക്ഷെ ആ ദിവസം തന്നെ ചെയ്യണമായിരുന്നു എന്നാണ് ചോദ്യം. വേണം അത് വേണം, അതില്ലാതെ പറ്റുകയില്ല. പക്ഷെ ആ ദിവസം തന്നെ ചെയ്യണമായിരുന്നു എന്നാണ് ചോദ്യം. ഇത്തിരി പോരെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യുമോ മുതലാളി? അത് നിങ്ങളുടെ ചോദ്യം. എനിക്കത് വിഷയമൊന്നുമല്ല, ഞാനത് അതിനകത്ത് ഒരു തെറ്റും കാണുന്നില്ല. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇപ്പം എനിക്ക് എൻ്റെ ഫാദറോ അല്ലെങ്കിൽ എൻ്റെ മദറോ എൻ്റെ ആരെങ്കിലും മരണപ്പെട്ട ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ദിവസം എൻ്റെ മോശം ദിവസമായിട്ട് കണക്കാക്കുന്ന ആളാണ് ഞാൻ. അപ്പം ചേച്ചിയുടെ എല്ലാമായിരുന്നു സുധിച്ചേട്ടൻ മരിച്ച ആ ദിവസം തന്നെ ഒരു എനിക്കത് വിഷയമൊന്നുമല്ല, ഞാനത് അതിനകത്ത് ഒരു തെറ്റും കാണുന്നില്ല. ആണല്ലോ, നിന്റെ ഈ വാക്ക് ഞാൻ വിശ്വസിക്കാം. ഉറപ്പാണല്ലോ? നാണമാകുന്നില്ലേ നിങ്ങൾക്ക്? മരിച്ചവരെ ബഹുമാനിക്കണ്ടേ? ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ചേച്ചിയുടെ എല്ലാമായിരുന്നു സുധിച്ചേട്ടൻ മരിച്ച ആ ദിവസം പ്രാധാന്യം നൽകിയിരിക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ആൽബത്തിന്റെ അനൗൺസ്മെന്റിനാണെന്ന് ഞാൻ പറഞ്ഞാൽ എനിക്കത് വിഷയമൊന്നുമല്ല, ഞാനത് അതിനകത്ത് ഒരു തെറ്റും കാണുന്നില്ല. നാണമാകുന്നില്ലേ നിങ്ങൾക്ക്? മരിച്ചവരെ ബഹുമാനിക്കണ്ടേ? ശരിയാണ് സാർ, അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. കഷ്ടം.